കുറ്റിപ്പുറത്തെ ചോറും മീനും ഹോട്ടലിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പൊരിഞ്ഞ അടി കഴിഞ്ഞല്ലോ, നല്ല അടി കഴിഞ്ഞു. അപ്പോ ആ സംഭവത്തിന്റെ വീഡിയോസിന്റെ താഴെ ഒരുപാട് പലതരം കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. അതില് പല ജാതി മനുഷ്യന്മാര് പല ടൈപ്പ് കമന്റുകളാണ്. അതിൽ ചില ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാല് ആ കട തച്ചു പൊളിക്കണം, ആ കട ഇല്ലാതാക്കണം. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താ വെച്ചാല് ഭയങ്കര ഓവർ ബില്ലാണ്, കട അങ്ങനത്തെ കടകളൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ കമന്റ്. നല്ല ഓവർ ബില്ലാണെങ്കിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ആരും തല വെക്കണ്ടല്ലോ. ട്രെയിനിന്റെ അടി തല വെച്ചാൽ തല പോകുന്നിപ്പോ അറിയാലോ, പറഞ്ഞാണ്ട് ആരും വെക്കില്ലല്ലോ. അപ്പോ അവനവന് ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഹോട്ടലുകൾ കയറുക എന്നുള്ളതാണ് യുക്തി. അങ്ങനെ വേറെ വെച്ച് കമന്റുകൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം. കടയുടെ പേര് മാറ്റി ചോറും അടിയും ആക്കുക, ഇനി ആ സ്ഥാപനം അവിടെ വേണ്ട, അതൊക്കെ തീർത്തേക്ക്. എന്ത് എളുപ്പമുണ്ട് പറയാനേ. ആ ഒരു സ്ഥാപനം വളർത്തിക്കൊണ്ടുവരാൻ അതിന്റെ ആളുകൾ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാവും. ഈ ലോകത്ത് ഏറ്റവും റിസ്ക് ജോബുകളിൽ ഫസ്റ്റിൽ വരുന്ന ഒരു പരിപാടിയാണ് ഈ റെസ്റ്റോറന്റ് ഹോട്ടലുകൾ എന്നൊക്കെ പറഞ്ഞാല്. നല്ല ചൊറയാണ്, ചെറിയൊരു പിഴവ് മതി മൊത്തമാണ് അട്ടപ്പടലോ. അപ്പൊ ആൾക്കാർ ഇങ്ങനത്തെ ഓരോരോ കമന്റുകൾ പറയുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുകയാണ് എന്താ അവരുടെ മെന്റാലിറ്റി എന്നുള്ളത്. പിന്നെന്താ വെച്ചാൽ അവിടെ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കമന്റാണ് ചോറും മീനും കഴിച്ചാൽ അടി ഫ്രീ. ആ ചോദ്യം ചോദിച്ചാൽ പിടിച്ചടിക്കുന്നതാണോ കസ്റ്റമർ സർവീസ്? പിന്നെ വേറൊരു കമന്റ് ഉണ്ടെന്ന് വെച്ചാല് പക്ക ഫ്രോഡുകൾ, ഇവിടെ പൊതുവെ വില വളരെ കൂടുതൽ പോരാത്തതിന് കള്ളബില്ലും പ്രതികരിച്ചാൽ മീനും ചോറും ഗുണ്ടുകളും അടിയും. ഇതിൽ വേറൊരു കമന്റ് ഉണ്ട്. ആ കമന്റ് കണ്ടപ്പോഴാണ് ഞാൻ ആകെ അന്തം വിട്ട് എന്തർത്ഥത്തിലാണ് അതൊക്കെ പറയുന്നത് എന്നുള്ളത്. എന്താ വെച്ചാലേ ഇതിന്റെ പിന്നിൽ പലതരം കളികളുണ്ട്. ഞാൻ ആ കമന്റിന് മറു കമന്റ് കൊടുത്തു, ഒരു 10 കളികളെന്ന് പറഞ്ഞു തരുമെന്ന്. റിപ്ലൈ. അതുപോലെ തന്നെ വേറെ ആൾ പറയണോ ഇതിന്റെ പിന്നിൽ വേറെ കളികളുണ്ട്. അപ്പൊ അതിന് വേറെ ആള് ചോദിച്ചോളൂ എന്താണെന്നുള്ളത്. അതിന് മറുപടി ഇല്ല. എന്തെങ്കിലുമൊക്കെ ആരോപണം പറയാം. ഒരാള് നല്ലൊരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ട് വന്നാല് അതിൽ നല്ലൊരു ബിസിനസ് ആയാല് മലയാളികൾക്ക് പൊതുവെ ഉള്ള സ്വഭാവമാണ് കണ്ണുകടി ചൊറിച്ചിലും. അത് ഇവിടെ നടന്നിട്ടുള്ളൂ.